ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നിങ്ങളിപ്പോൾ ഡെവോപ്സ് ഒക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ ഡെവോപ്സ് ഒക്കെ പഠിച്ചിറങ്ങി ഇനി എന്ത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. എന്താന്ന് ചോദിച്ചാൽ ഇതിപ്പോ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ്. ഇതിന്റെ ബേസിക് റീസൺ ഞാൻ പറയാം. ഡെവോപ്സ് എന്ന് പറഞ്ഞത് ഒരു ജോബ് ടൈറ്റിലോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ജോബ് ഒന്നും ആയിട്ടായിരുന്നില്ല അതിന്റെ ഇനീഷ്യൽ ടൈമിൽ കമ്പനീസിൽ സ്റ്റാർട്ട് ചെയ്തത്. ഒരു കൾച്ചറൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻ ടീമിലെ ആൾക്കാർ ഈ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ലേറ്റർ ആണ് ഇൻഡസ്ട്രിയിൽ മനസ്സിലായത് ഇതിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇതിന്റെ ഡിമാൻഡ് കൂടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പം ആ ഒരു ഓരോ കമ്പനിയിലും അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനും അതുപോലെ തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഒക്കെ പുറമെ ഡെവോപ്സ് പ്രാക്ടീസസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ അവർ ഹയർ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇതുപോലെ ഡെവോപ്സ് റിലേറ്റ് ചെയ്തിട്ട് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള കരിയർ റോൾസ് വരാൻ തുടങ്ങിയത്. അതായത് ഇപ്പൊ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡെവോപ്സ് ഒക്കെ പഠിച്ചിറങ്ങിയതിന് ശേഷം നാച്ചുറലി നമ്മൾ ജോബ്സിനൊക്കെ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോബൊക്കെ ചെക്ക് ചെയ്യും, ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യും. അതപ്പം ഒരുപാട് ജോബ് ടൈറ്റിൽസിൽ അല്ലെങ്കിൽ ഇങ്ങനെ ജോബ് വേക്കൻസീസിന്റെ സ്കിൽ സെറ്റ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഡെവോപ്സിന്റെ സ്കില്ല് മാൻഡേറ്ററി ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതിപ്പോ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഡെവോപ്സ് എഞ്ചിനീയേഴ്സിന് പുറമെ ക്ലൗഡ് എഞ്ചിനീയേഴ്സിനെ എടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എഞ്ചിനീയേഴ്സിനെ എടുത്തിട്ടുണ്ടെങ്കിലും അതും അല്ലെങ്കിൽ SRE സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയേഴ്സിനെ എടുത്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ MLOps DevSecOps ഈ ജോബിന്റെ ഒക്കെ അവരുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഡെവോപ്സ് സ്കിൽ എന്ന് പറഞ്ഞ് അവർ കൊടുത്തിട്ടുണ്ടാവും. നാച്ചുറലി നമുക്ക് എന്ത് ചെയ്യും, ഒരു കൺഫ്യൂഷൻ വരും, ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്. കാരണം എല്ലാവർക്കും ഒരു സ്പെസിഫിക് ഏരിയയിലായിരിക്കില്ല അവർക്ക് സ്കില്ലുള്ളത് അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. ചിലവർക്ക് ഇപ്പം ഡെവോപ്സ് കോമൺ ആയിട്ടുള്ള ഒരു ഡെവോപ്സിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഡെവലപ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, പ്രൊഡക്ഷൻ ഡിപ്ലോയ്മെന്റ് ഈസി ആക്കുക, ഈ ഒരു കാര്യം ആയിരിക്കുമല്ലോ. അതായത് ഡെവലപ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ കുറച്ച് പ്രാക്ടീസസും ടൂൾസ് ഒക്കെ ആയിരിക്കും അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പക്ഷെ ഇതിന് പുറമെ ചിലവർക്ക് ഇതൊന്നും ആയിരിക്കില്ല ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്, അവർക്ക് സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ജോബ്. അപ്പം ഇതിനെല്ലാം ഈ ഒരു ഡെവോപ്സിന്റെ കാര്യത്തിൽ ഈ ഒരു കരിയർ റോൾസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ കൂടുതൽ പേർക്കും ഇത് അവെയർ ആവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെവോപ്സ് പഠിച്ചിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ജോബുകളാണ്, മെയിൻ ആയിട്ടുള്ള കരിയർ പാത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു 5 to 6 കരിയർ റോൾസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിപ്പം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഡെവോപ്സ് എഞ്ചിനീയേഴ്സ്, ക്ലൗഡ് എഞ്ചിനീയേഴ്സ് തുടങ്ങി MLOps DevSecOps SRE എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഓരോ റോളും ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളുടെ ഡെയിലി ടാസ്ക് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പോകുന്നത്, അതിന് നിങ്ങൾക്ക് ഏറ്റവും റിക്വയർഡ് ആയിട്ടുള്ള സ്കിൽ എന്തൊക്കെയായിരിക്കും, ഇനി നിങ്ങളിത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സാലറി റേഞ്ച് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി അതിനൊക്കെ മുന്നേ ഒരു ഇമ്പോർട്ടന്റ് നോട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഏതൊരു കരിയർ പാത്ത് ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾ ചൂസ് ചെയ്താലും അതിന് ഒരു സെറ്റ് ഓഫ് കോർ സ്കില്ല് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. അതിപ്പം ഞാൻ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വേർഷൻ കൺട്രോൾ സിസ്റ്റം, ഗിറ്റോ SVNO, കൂടുതൽ പേരും ഗിറ്റാണ് ചൂസ് ചെയ്യാറ്. ഗിറ്റ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഗിറ്റ് ഹബ് ആണെങ്കിലും ഗിറ്റ് ലാബ്സ് ഒക്കെ ആണെങ്കിലും ഇതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഇൻഡെപ്ത് നോളജ് ഉണ്ടാവണം. അതുപോലെ തന്നെ CI/CD ടൂൾസ്, അതും അഗെയിൻ ജെങ്കിൻസ് ആണ് കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നത്. ജെങ്കിൻസ് മാത്രമല്ല, ഒരു ഇനിഷ്യൽ ഫേസിൽ നിങ്ങൾക്ക് ഗിറ്റ് ഹബിന്റെ തന്നെ ഗിറ്റ് ആക്ഷൻസ് യൂസ് ചെയ്തിട്ടോ അതും അല്ലെങ്കിൽ ഗിറ്റ് ലാബ് CI യൂസ് ചെയ്തിട്ടൊക്കെ പൈപ്പ് ലൈൻസ് ബിൽഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. പിന്നെ കണ്ടെയ്നറൈസേഷനെ പറ്റി, എസ്പെഷ്യലി ഡോക്കർ അതുപോലെ തന്നെ പോർട്ട്മാൻ ടൂൾസിനെ പറ്റി നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നോളജ് ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് ഒരു ഇപ്പം ഒരു കംപ്ലീറ്റ് ആയിട്ട് ഫുൾ സ്റ്റാക്ക് പ്രൊജക്ടിന് ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ എങ്കിലും ഒരു ഡോക്കർ ഫയൽ ബിൽഡ് ചെയ്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. വൺസ് ഈ ഒരു കണ്ടെയ്നർ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ, ക്യൂബർനെറ്റീസ്, അതുപോലെ തന്നെ ഡോക്കർ സ്വാം, ഏതെങ്കിലും അത് ഒരു ഓർക്കസ്ട്രേഷൻ നോളജ് ഉണ്ടാവണം. അതുപോലെ തന്നെ ക്ലൗഡ് പ്ലാറ്റ്ഫോം നോളജും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം AWS അഷ്യൂറോ ഗൂഗിൾ ക്ലൗഡോ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക.
ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡ് അഗെയിൻ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ആൻസിബിൾ, ടെറാഫോം ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മോണിറ്ററിംഗ് കേസ്, അത് മോണിറ്ററിംഗ് ടൂൾസ്. പ്രോമിത്തിയസ് ടൂള് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗ്രാഫ്ന ടൂള്, ELK സ്റ്റാക്ക്, ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് മാൻഡേറ്ററി ആണ്, കാരണം ഡെവോപ്സ് എഞ്ചിനീയേഴ്സിന്റെ ഒരു ലൈഫ് എടുത്താൽ, അവരുടെ ഒരു വർക്ക് ലൈഫ് എടുത്താൽ ഒരു വീക്കിലി അറ്റ്ലീസ്റ്റ് ഒരു ഓട്ടോമേഷൻ സ്ക്രിപ്റ്റിംഗിൽ നിങ്ങൾ എഴുതും. സോ നിങ്ങൾക്ക് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, അതിപ്പം സിസ്റ്റം ലെവൽ ബാഷ് സ്ക്രിപ്റ്റ്, പവർ ഷെല്ല്, അതുപോലെ തന്നെ പൈത്തോൺ സ്ക്രിപ്റ്റ്, എല്ലാം നിങ്ങൾ പൈത്തോൺ ലാംഗ്വേജ് ഒക്കെ സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോളജ് ഉണ്ടാവണം. ഇതൊക്കെയാണ് കോർ സ്കില്ല്. ഞാൻ ഈ പറഞ്ഞ 8 കാര്യങ്ങളും ഞാൻ ഇനി പറയാൻ പോകുന്ന കരിയർ റോൾസിന് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കരിയർ പാത്തിന്റെ ബേസ് ആണ്. ഇതറിഞ്ഞതിന് ശേഷമേ നിങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കരിയർ റോള് ചൂസ് ചെയ്ത് അതിന് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പോകാവുള്ളൂ. ഇനി നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഡെവോപ്സ് എഞ്ചിനീയറിന്റെ ആ ഒരു റോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രൈമറി ജോബ്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പോകുന്നത് പൈപ്പ് ലൈൻസ് ബിൽഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യമായിരിക്കും. അതായത് ഒരു ഡെവലപ്പർ അവരുടെ സിസ്റ്റത്തിൽ പുതിയൊരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പം അതിന് വേണ്ടിയിട്ടുള്ള കോഡ് എഴുതി അത് ഡെവലപ്മെന്റ് ടെസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പുഷ് ചെയ്യുന്ന സമയത്ത് സ്റ്റേജിങ്ങും ടെസ്റ്റിങ്ങും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡക്ഷൻ സൈറ്റിലേക്ക് ഇത് ഡിപ്ലോയ് ചെയ്യുക. ഏറ്റവും റിലയബിൾ ആയിട്ട് സീറോ ഡൗൺ ടൈമിൽ ഡിപ്ലോയ് ചെയ്യുന്ന ഈ ഒരു പൈപ്പ് ലൈൻ ആണ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഫർദർ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ വൺസ് ഇത് ഡിപ്ലോയ് ചെയ്തതിന് ശേഷവും അത് റൺ ചെയ്യുന്നുണ്ട്, അപ്പായിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് എൻഷുർ ചെയ്യും. ശേഷം മോണിറ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലും അലേർട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ഫിക്സ് ചെയ്യുന്നതും ഇതൊക്കെ നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരും. അപ്പം ഇത് മാത്രമല്ല കേട്ടോ, അപ്പൊ നിങ്ങളുടെ ഒരു പ്രൈമറി ജോബ് ഇതായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഡെവോപ്സ് എഞ്ചിനീയറിന്റെ ഒരു ടിപ്പിക്കൽ വീക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് മൺഡേ ടു ഫ്രൈഡേ അവർ എന്തൊക്കെ ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പൈപ്പ് ലൈൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പം ജെങ്കിൻസ് പൈപ്പ് ലൈൻ ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്രോക്കൺ പൈപ്പ് ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യുക, അതിന്റെ ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഭാവിയിലേക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ്, റിലയബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതിന് പുറമെ ഇപ്പം ഡെവലപ്പർ ഒരു പുതിയ പുൾ റിക്വസ്റ്റ് ഇടുന്ന സമയത്ത് അതിന് ഓട്ടോമാറ്റിക്കലി ഒരു ടെസ്റ്റ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ സ്ക്രിപ്റ്റുകൾ എഴുതേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പൊ പ്രൊഡക്ഷൻ സൈഡിൽ സിസ്റ്റത്തിന്റെ ഡാറ്റ ബാക്കപ്പ് എടുക്കാൻ വേണ്ടി ഡാറ്റാബേസ് ടീമിനെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഡീബഗിങ്ങും ഉണ്ടാവും. അതായത് നിങ്ങളുടെ ക്യൂബർനെറ്റീസ് ക്ലസ്റ്ററിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ക്രാഷ് ആവുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്യണം, ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി ഒരിക്കലും ഇത് നടക്കാത്ത വിധത്തിൽ ഉള്ള ഒരു ലോങ് ടൈം ഫിക്സ് ആയിരിക്കണം നിങ്ങൾ അവിടെ കൊണ്ടുവരേണ്ടത്. ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ കുറെ പേരുടെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴാണല്ലോ കൂടുതലും ഈ ഒരു ഡെവോപ്സ് എഞ്ചിനീയറിനെ പറ്റിയുള്ള ഡിസ്കഷൻസും മൈഗ്രേഷൻസ് ഒക്കെ വന്നത്. അപ്പൊ കൂടുതലും ഈ ഒരു ജോബിലേക്ക് ആരാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായി സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ നിന്ന് സീനിയർ ഡെവലപ്പർ ആയതിനു ശേഷം സീനിയർ ഡെവലപ്പറിനെയാണ് കൂടുതലും വിളിച്ച് ഡെവോപ്സ് ഡെവലപ്പേഴ്സ് എഞ്ചിനീയേഴ്സ് എന്നുള്ള ആ ഒരു റോളിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഇനിഷ്യലി ഒരു സ്ട്രഗിൾ ഉണ്ടാവും, പക്ഷെ പിന്നീട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ അവർ ഷെയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഡെവലപ്മെന്റിന്റെ സമയത്ത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ റോളിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അതിനേക്കാളും ഇൻട്രസ്റ്റ് ആണ് അവർ ഡെവോപ്സ് എഞ്ചിനീയർ ആയിട്ട് അവരുടെ ഒരു ജോബ് ചേഞ്ചിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. ഇതിന് തിരിച്ച് ഒപ്പീനിയൻ ഉള്ളവരും ഉണ്ടാകും, പക്ഷെ കൂടുതലും പേര് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് കൂടുതൽ എൻ്റെ ഒരു ജോബിൽ സാറ്റിസ്ഫൈഡ് ആയത്, കൂടുതൽ എനിക്ക് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് തന്നത് ഈ ജോബാണ്. അതിലൊരു വേറൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സാലറി ആണ്. അതായത് നമ്മളൊരു സാലറി റേഞ്ച് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു 50 to 25 lakhs വരെയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അത് കമ്പനിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റും നമ്മുടെ കമ്പനീനെയും ബേസ് ചെയ്തിട്ടിരിക്കും. പക്ഷെ ഒരു ഓവറോൾ കണക്കെടുത്താൽ പിന്നെ ഒരു സീനിയർ പൊസിഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് 30+ lakhs ഒക്കെ ഈ ഒരു ജോബിന് പോസിബിൾ ആണ്, ഒരു റോളിന് പോസിബിൾ ആണ്. അപ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് വെറും ഡെവലപ്പർ സ്കില്ല് മാത്രം പോരാ ഇവിടെ. കാരണം നിങ്ങൾ എന്താ പറയുക, ഡെവലപ്പർ സ്കില്ല് മസ്റ്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, സ്ക്രിപ്റ്റിങ്ങിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് എഴുതുന്നവരാണ്, പൈപ്പ് ലൈൻസ് ബിൽഡ് ചെയ്യുന്നവരാണ്. സോ ഡെവലപ്മെന്റ് ടീം ടീമിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ടീം ബിൽഡ് ചെയ്യുന്ന ഓരോ ഫീച്ചറിനെ പറ്റിയും അതിന്റെ ഒരു നോളജ് നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഉണ്ടാവണം. അത് മാത്രമല്ല നിങ്ങൾക്ക് ഓപ്പറേഷൻ ടീമിനെ പറ്റിയും ഒരു നോളജ് ഉണ്ടാവണം. കാരണം ഇത് പ്രൊഡക്ഷൻ സൈഡിൽ എന്തൊക്കെ
എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, ഡിപ്ലോയ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊഡക്ഷനിൽ എങ്ങനെ റൺ ചെയ്യുന്നു എന്നുള്ള ഒരു നോളജും നിങ്ങൾക്ക് വേണം. അതായത് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലയബിൾ ആയിട്ടുള്ള ഒരു ഫിക്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റണം. സോ സ്ട്രോങ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം. അതുപോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ രണ്ട് ടീമിനും നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റണം. സോ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. കാരണം രണ്ടുപേർക്ക് ഇപ്പൊ ഡെവലപ്പേഴ്സിന്റെ എല്ലാ ആസ്പെക്റ്റും ഓപ്പറേഷൻ ടീമിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓപ്പറേഷൻ ടീമിന് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങൾ ചിലപ്പം ഡെവലപ്പേഴ്സിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സോ ഈ രണ്ടു പേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ക്യാപ്പബിലിറ്റിയും ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഇനിഷ്യലി പറഞ്ഞത് ഡെവലപ്പേഴ്സിന്റെയും ഓപ്പറേഷൻ ടീമിന്റെയും ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജാണ് ഞാൻ പറഞ്ഞത്, ഓർക്കുന്നില്ലേ? അത് ഈ ഒരു റീസൺ കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ കൂടുതലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡെവോപ്സ് എഞ്ചിനീയേഴ്സ്, അതായത് സീനിയർ ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ഡെവലപ്പേഴ്സ് ചാൻസ് കുറവാണ്. ഇപ്പൊ കൂടുതലും സീനിയർ ഡെവലപ്പേഴ്സ് പതുക്കെ പതുക്കെ ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് ആവും. ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് ഈ ഒരു സ്പെസിഫിക് ഏരിയയിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന കരിയർ പാത്തിലേക്കൊക്കെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. അതും കുറെ പേര് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ അതിന് ഗ്രാജുവലി നിങ്ങൾ എന്ത് ചെയ്യും, അതിന്റെ അടുത്ത നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള അടുത്ത സെയിം ഡെവോപ്സിന്റെ തന്നെ ഏരിയയിലേക്ക് മൂവ് ചെയ്യും. സോ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അത് ഈ രണ്ട് ഡെവലപ്മെന്റ് ഓപ്പറേഷൻ ടീമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാവണം. ഇതൊക്കെയാണ് ഒരു ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് അവരുടെ വർക്കിൽ മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് രണ്ടാമത്തെ കരിയർ പാത്തിലേക്ക് വരാം. അവിടെ ക്ലൗഡ് എഞ്ചിനീയേഴ്സ് ആണ്. ക്ലൗഡ് എഞ്ചിനീയേഴ്സിനെ ഡെവോപ്സ് എഞ്ചിനീയേഴ്സിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് വേർഷൻ അങ്ങനെയാണോ സാധാരണ പറയാറ്. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് ഏൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ വർക്കിന്റെ പാർട്ടായിട്ട് അവർ ചെയ്യുന്ന ആ ഒരു ഓട്ടോമേഷൻ സ്കില്ലെല്ലാം ഒരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലൗഡ് എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് അവരുടെ ഒരു ഓട്ടോമേഷൻ സ്കില്ല് ഈ ഒരു ക്ലൗഡ് ഡിസൈനിന് വേണ്ടിയിട്ടാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. അതായത് നേരത്തെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡ്, CI/CD പൈപ്പ് ലൈൻ കോൺസെപ്റ്റ്, അതുപോലെ തന്നെ കണ്ടെയ്നറൈസേഷൻ കോൺസെപ്റ്റ്, കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ കോൺസെപ്റ്റ്, ഈ പറഞ്ഞ കോർ സ്കില്ലെല്ലാം നിങ്ങൾക്ക് ഒരു ബേസിക് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലി എന്ത് ചെയ്യാം, ഈ ഒരു ക്ലൗഡ് എഞ്ചിനീയർ ആയിട്ട് ഇവോൾവ് ആവും. നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ ഒന്നുകൂടെ ഈസി ആയിരിക്കും. അതായത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെന്റ് ആ ഒരു ജോബിൽ നിന്ന് മാറിയിട്ട് ഒരു എൻറ്റയർ ക്ലൗഡ് എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്ത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ ഒരു നമ്മൾ ഏൺ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഡെവോപ്സ് ഓട്ടോമേഷൻ സ്കില്ലെല്ലാം അതിന്റെ എക്സ്പീരിയൻസ് എല്ലാം ഒരു ക്ലൗഡ് എഞ്ചിനീയർ ഒരു ക്ലൗഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ മൺഡേ ടു ഫ്രൈഡേ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ നോക്കിയാൽ, ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഒരു AWS ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യാണല്ലോ. ഡെഫിനറ്റ്ലി എല്ലാ കമ്പനീസും ഒരു മൾട്ടി റീജിയൻ AWS ആർക്കിടെക്ചർ ആയിരിക്കും ഉണ്ടാവുന്നത്. അതിന്റെ കൂടെ തന്നെ രണ്ട് കേസും, അതിന്റെ പെർഫോമൻസിന്റെ കേസ് ആണെങ്കിലും ഡിസാസ്റ്റർ റിക്കവറി സിസ്റ്റം പ്രോപ്പറായിട്ട് അതിന്റെ റെക്കോർഡായിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോന്നും എൻഷുർ ചെയ്യേണ്ടത് ഇവരാണ്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളൊരു ഡാറ്റാബേസ് ഡിപ്ലോയ്മെന്റ് ഒക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സ്റ്റാൻഡർഡൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെറാഫോം മോഡ്യൂൾസ് നിങ്ങളായിരിക്കും എഴുതുന്നത്. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈഗ്രേഷൻ സ്ട്രാറ്റജീസ് ആണ്. അതായത് ഇപ്പം നിങ്ങളുടെ കമ്പനീന്റെ ലെഗസി ആയിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഇപ്പൊ പ്രിമിസിൽ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അത് ക്ലൗഡിലേക്ക് മൂവ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇപ്പൊ നമ്മൾ പ്രീവിയസ് AWSന്റെ ഒക്കെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ S3യിലേക്ക് ഇപ്പൊ നിങ്ങൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള കണ്ടന്റ്സ് മൂവ് ചെയ്യുന്നത്, ഡാറ്റാബേസ് റെപ്ലിക്കേഷൻ സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ ഒരു DNS കട്ട് ഓവർ ഈ 0 ഡൗൺ ടൈമിൽ അച്ചീവ് ചെയ്യുന്നത്, ഇതുപോലെ മൈഗ്രേഷൻ സ്ട്രാറ്റജീസ് നിങ്ങൾ ചെയ്യേണ്ടി വരും. വേറൊരു കാര്യം നിങ്ങൾ ചെയ്യാനുള്ളത്, അതൊരു കമ്പനീന്റെ പെർസ്പെക്റ്റീവ് എന്ന് ആലോചിക്കുന്ന സമയത്ത് മാൻഡേറ്ററി ആണ്. അതായത് നിങ്ങൾക്ക് മന്ത്ലി വരുന്ന AWSന്റെ ബില്ല് അനലൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പം AWSന്റെ EC2 ഇൻസ്റ്റൻസിന് വേണ്ടിയിട്ട് ഒരു 15,000 ആണ് നിങ്ങൾക്ക് ഈ മാസം വന്ന ഒരു ബില്ല് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അതിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, അതിൽ ഒരു ഭൂരിഭാഗം പോകുന്നത് പ്രൊഡക്ഷനിലേക്കാണ്. ഈ ഒരു 15,000ൽ 8,000 പോകുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റിലാണ്. അത് ജസ്റ്റിഫൈഡ് ആണ്, അത് ആവശ്യമാണ്. സോ നമ്മളത് ബാക്കി മാറ്റി വെച്ചു. ബാക്കി നമുക്ക് എത്ര രൂപയുണ്ട്? 8,000 ഉണ്ട് അല്ലെ. ഇനി ഈ 8,000ൽ ഒരു 4,000 പോകുന്നത് ഡെവലപ്മെന്റ് സൈഡിലേക്കാണ്.
അത് നമുക്ക് വേണമെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഡെവലപ്മെന്റ് എൻവറോൺമെന്റ് ഒരു 7 മണിക്ക് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. കാരണം ഡെവലപ്പേഴ്സിന് ഒരു 6:30 വരെയൊക്കെ അല്ലേ വർക്ക് ചെയ്യുള്ളൂ. AWS ഞാൻ അതിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്തതിന് മാത്രം പേ ചെയ്താൽ മതി. സോ ഈ ഒരു ഓട്ടോ ഷട്ട് ഡൗൺ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 4000 എന്ന് പറഞ്ഞ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള വർക്ക് ലോഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസർവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി ബാച്ച് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് സ്പോട്ട് ഇൻസ്റ്റൻസ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഒപ്റ്റിമൈസേഷൻ ആക്ഷൻ ആയിട്ട് എടുക്കാം. ഇനി നിങ്ങളിപ്പോ ഈ ഒരു ബില്ല് അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലായി. നിങ്ങളുടെ ഈ ഒരു ഇത് യൂസ് ചെയ്യാത്ത ഒരു ടെസ്റ്റ് ഇൻസ്റ്റൻസ്, നമ്മൾ വിട്ടുപോയ ഒരു ടെസ്റ്റ് ഇൻസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ബാക്കി 3000 സ്പെൻഡ് ചെയ്യുന്നത്. അത് ശരിക്കും നമ്മൾ മുന്നേ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഒഴിവാക്കേണ്ട കേസല്ലേ. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം? ഇതുപോലെ ടെസ്റ്റ് ഇൻസ്റ്റൻസ് ഓരോ 7 ദിവസം കൂടുമ്പോൾ വീക്ക്ലി വൺസ് ഓട്ടോമേറ്റ് ആയിട്ട് ക്ലീൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് തന്നെ ബേസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ ഇതുപോലെ ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണല്ലോ. നമുക്ക് ആവശ്യമില്ലാതെ ഈ ഒരു 4000 മന്ത്ലി പോവാന്നുള്ളത് അത് ഏർലി സ്റ്റേജിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് ഫിക്സ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ലെഗസി ആപ്ലിക്കേഷൻസ് നമ്മൾ ക്ലൗഡ് എൻവറോൺമെന്റിലേക്ക് ഒരു മിനിമൽ ഡൗൺ ടൈമിൽ മൈഗ്രേറ്റ് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ടുള്ള മൈഗ്രേഷൻ പ്ലാൻസ് നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ഒരു സ്ട്രോങ് പ്രോബ്ലം സോൾവിങ് സ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് പസിൽസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കൂടുതൽ ക്യാപ്പബിൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ടെക്നിക്കൽ റിക്വയർമെന്റ് മനസ്സിലാവണം, അതേ സമയം തന്നെ ബിസിനസ് കൺസ്ട്രെയിൻസും പ്രോപ്പറായിട്ട് മനസ്സിലാവണം. കാരണം ഇത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നവരായിരിക്കണം. കാരണം ഇപ്പൊ ഒരു ടെക്നിക്കൽ റിക്വയർമെന്റിന്റെ കൂടെ തന്നെ ബിസിനസ് കൺസ്ട്രെയിനെ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലല്ലോ. സോ ഇത് രണ്ടും കോംപ്രമൈസ് ചെയ്യാതെ കൊണ്ടുവരാൻ പറ്റുന്നവരായിരിക്കണം. ഇനി നിങ്ങൾ സാലറിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ക്ലൗഡ് എഞ്ചിനീയേഴ്സിനെ ഡെവോപ്സ് എഞ്ചിനീയേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറവാണ് അവരുടെ സാലറി. പക്ഷെ ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല. ഇവിടെ ഇപ്പൊ US നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു 6 ഫിഗറിൽ നിന്നൊക്കെ തന്നെയാണ് സാലറി ഒരു റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എഗെയിൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ സ്പെൻഡ് ചെയ്യാം. ഒരുപാട് കുറവൊന്നും വിചാരിക്കരുത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ഒരു പാത്ത് തന്നെയാണ് ക്ലൗഡ്. ഇനി നമ്മുടെ മൂന്നാമത്തെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ഓപ്ഷൻ പ്ലാറ്റ്ഫോം എഞ്ചിനീയേഴ്സ് ആണ്. ഇവിടെ ഒരു കസ്റ്റമർ യൂസർ പെർസ്പെക്റ്റീവ് എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ഡെവലപ്പേഴ്സ് ആയിരിക്കും. അതായത് ഡെവലപ്പേഴ്സിനെയും അതുപോലെ തന്നെ ഓപ്പറേഷൻ ടീമിനെയും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഏറ്റവും റിലയബിൾ ആയിട്ട് സെക്യൂർ ആയിട്ട് അറ്റ് സ്കെയിലിൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഇന്റേണൽ പ്ലാറ്റ്ഫോംസ്, ഇപ്പൊ ടൂൾസ് ആവാം, സിസ്റ്റംസ് ആകാം, ഇൻഫ്രാസ്ട്രക്ചർ ആകാം, ഇത് ബിൽഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് പ്ലാറ്റ്ഫോം എഞ്ചിനീയേഴ്സ്.